അടുത്ത ഒരു സ്ഥാനമാണ് ഈ വിജയേട്ടൻ ചായപ്പടിക്കുള്ളത്. അവിടെയാണ് എല്ലാവരും അതിരാവിലെ ഒത്തുചേരുക. രാവിലെ വേറെ എത്രയോ ദൂരം, എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടന്മാരും അച്ഛനൊക്കെ പണിക്ക് പോകുന്നത് അങ്ങ് വെങ്ങപ്പുറത്തേക്കാണ്. പക്ഷേ വീട്ടിൽ പാല് അന്നേരം ഇഷ്ടംപോലെ കറക്കാനുണ്ടെങ്കിലും ചായ വീട്ടിൽ നിന്ന് ആക്കിയാലും അത് പറ്റൂല. പണിക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിലും ഏറ്റവും ആദ്യം വന്നിട്ട് ചായ കുടിച്ചിട്ട് ഇവിടുന്ന് വിജയേട്ടൻ്റെ ചായ കുടിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ നേരെ പോകുന്ന അപ്പുറത്തേക്ക് രാഘവട്ടൻ്റെ ചായപ്പൊടിയും ബാക്കിയുള്ള മുളൂറും മറ്റേ മൈക്കിൾഗിരിയിലൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ചായക്കടകൾ ഉണ്ടായിരുന്നെങ്കിലും അവരിവിടെ വന്നേ പോകുള്ളൂ. നമ്മുടെ ഈ ചുറ്റുവട്ടം എന്ന് പറയുന്നത് ഏതാനും ആ സമയത്തൊക്കെ 10, 20, 25 വീടുകൾ മാത്രം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. പക്ഷേ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ല ചിന്താഗതിയും പുരോഗമന പ്രവർത്തനങ്ങളിലാവട്ടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലാവട്ടെ കുറച്ചേറെ മുന്നോട്ട് കടന്ന് ചിന്തിച്ച ഏരിയ ആയിരുന്നു ഇത്. അതിന് ഇവിടെ നമ്മുടെ പര്യാപ്തരാക്കിയത് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഒന്ന് പേരെടുത്ത് പറയേണ്ടത് നമ്മുടെ PM കൃഷ്ണേട്ടനാണ്. PM കൃഷ്ണൻ നായനാർ എന്ന് പറയണ്ട, PM എന്ന് മാത്രമാണ് കൃഷ്ണേട്ടനുള്ള പേര്. അതുപോലെ കുട്ടിയാടൻ വെല്ലിച്ചനാകട്ടെ, അല്ലെങ്കിൽ കാണേരി ചന്തുട്ടിയാട്ടനാകട്ടെ, അതുപോലെ അവരൊക്കെ ആ പീരീഡിൽ നമുക്ക് വേണ്ട പ്രവർത്തന ഊർജം പകർന്നു തന്ന വ്യക്തിത്വങ്ങളായിരുന്നു. അവരിൽ നിന്ന് മിക്കവരും മറഞ്ഞു പോയെങ്കിലും ഇപ്പോഴും കൃഷ്ണേട്ടൻ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണേട്ടന് പഴയ ഊർജ്ജമൊന്നുമില്ല. ആ കൃഷ്ണേട്ടനെ സംബന്ധിച്ചിടത്തോളം അന്ന് അക്കാലത്ത് എല്ലാം കുട്ടികളുടെ പിള്ളേരെക്കാളും വന്ന് നമ്മളെയൊക്കെ മുന്നിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോയായിരുന്നു കൃഷ്ണേട്ടൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ റോഡ് തന്നെ ഏകദേശം 10-50 വർഷത്തിലധികം ആയി കാണും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം നമ്മളിപ്പോൾ പഠിച്ചു വന്നിരിക്കുന്ന സമയത്ത്, ആ സമയത്താണെങ്കിൽ ചെറിയ റോഡായിരുന്നു. ഈ തോടിനൊക്കെ മരക്കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് റോഡിൻ്റെ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമായി ഇപ്പോൾ പള്ളി മൂല വഴി പെരുത്തുറമ്പിലേക്കുള്ള റോഡ് രൂപപ്പെട്ടത്. അത് സർ സയ്യിദ് കോളേജിലെ NSS കുട്ടികളുടെ സഹകരണത്തോടെ ഉണ്ടാക്കിയ ഒരു വഴിയാണ്. ഇതിനൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് കൃഷ്ണേട്ടൻ. അപ്പോൾ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു വളരെ പ്രചോദനകരമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അത് അന്നും ഇന്നും എന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനി എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ പോലും ഞാനൊരു പക്ഷേ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിന് കാരണക്കാരൻ കൃഷ്ണേട്ടനായിരുന്നു. കാരണം അന്നത്തെ 10ാം ക്ലാസ് പഠനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പഠനത്തിന് പ്രോത്സാഹനം ഒട്ടും കിട്ടിയിരുന്നില്ല. വീട്ടിൽ നിന്നൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാ, ജോലി കിട്ടാനൊന്നുമില്ല. പണിയെടുക്കാൻ പറഞ്ഞ സമയത്തും കൃഷ്ണേട്ടനായിരുന്നു ഒരിക്കലും പറഞ്ഞത്, നിനക്കുള്ള എന്തെങ്കിലും പഠിക്കാൻ പറ്റൂടാ, അപ്പോൾ ഇന്നത്തെ തരത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞത്. അതിന് തുടർച്ചയെന്നോടാണ് പഠിച്ചത്. അങ്ങനെ പലതുകൊണ്ടും നമ്മുടെ ഈ ഏരിയ കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതിൽ ചെറിയൊരു അഹങ്കാരം, സ്വകാര്യ അഹങ്കാരം തന്നെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ ഭാഗത്തു നിന്നായിരുന്നു കൂടുതലും ആൾക്കാർ കോളേജുകളിൽ പോകുന്നതും ഇത് ഡിഗ്രിക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഒന്നും അല്ലെങ്കിലും പിന്നീട് അതോടനുബന്ധിച്ച് തന്നെ ഒരു മാസ വരുമാനം കിട്ടുന്ന രീതിയിൽ നല്ല മിക്ക വീടുകളിലും തന്നെ സർക്കാർ ജോലിയാട്ടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജോലിയാട്ടെ നല്ല ഇതായിട്ടുണ്ടായിരുന്നു. അത് ഈ ഭാഗത്ത് തന്നെ ആയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന നമ്മളെ 85 രൂപീകരിച്ച ഈ വായനശാലയ്ക്ക് അതിൽ പ്രഥമമായിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. ഈ 80കളുടെ ആ തുടക്കത്തിലായിരുന്നു വായനശാലയെക്കുറിച്ച് ആലോചിക്കുകയും 85 ഈ വായനശാല യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അന്ന് നമ്മുടെ വൈക്കരി സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്ന കുഞ്ഞിരാമ മാസ്റ്ററാണ് ഒരു ആഗസ്റ്റ് 15 ഉദ്ഘാടനം നിർവഹിച്ച് ഈ വായനശാലയെ നിലവിൽ വരുത്തിയത്. അപ്പോൾ ആ സമയത്തുള്ള ഇതിൻ്റെ പ്രയത്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വായനശാല ഉണ്ടാക്കാനെടുത്ത പ്രയത്നം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അന്നൊക്കെ ഞാനൊക്കെ ചെറിയ വയസ്സാണ്, 10-15 വയസ്സ്. ഇവരൊക്കെ പിറകിൽ നടക്കുകയും പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വായനശാലയ്ക്ക് ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ തന്നെ എല്ലാവരോടും നമ്മൾ ചോദിച്ച് വാങ്ങി സംഭാവന വാങ്ങിച്ച് ഈ കുന്നിൻ്റെ മഞ്ഞപ്പാറ തട്ടിലൊക്കെ പോയിട്ട് മരങ്ങൾ കടത്തിക്കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. അന്ന് റോഡ് വഴിയൊന്നുമില്ല. പെരുന്തോൾ പറമ്പ് കല്ലും കൊണ്ടുവന്നൊക്കെ ആയിരുന്നു ഇത് സ്ഥാപനം രൂപീകരിച്ചത്. അങ്ങനെ ഈ യാഥാർത്ഥ്യമായി ഈ വായനശാലയിൽ വെച്ച് നമ്മൾ കുറച്ച് പേരൊക്കെ ആ സമയത്ത് PSC പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ, പിന്നെ പത്രങ്ങൾ വരുത്തുക, അതിലേക്ക് വളരെയേറെ ഇംഗ്ലീഷ് പത്രത്തിൻ്റെ സ്ഥിരം വക്താവായിരുന്നു നമ്മുടെ ഇന്ന് മരണപ്പെട്ടു പോയ പാലശാല C. രാഘവട്ടനായിരുന്നു കുട്ടികൾക്ക് ഇംഗ്ലീഷ് പത്രം, ഹിന്ദു പത്രം വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നതാണ്. അതുപോലെ തൊഴിൽ വാർത്ത, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെ ഒരു കാലത്ത് ഇവിടെ കൊണ്ടുവരികയും അങ്ങനെ ഒരു കൂട്ടായ്മ, അതിലേക്കൊരു ലക്ഷ്യം ഉണ്ടാകുകയും പിന്നെ ആ സമയത്ത് ഒരുപാട് പേര് ഈ PSC പരീക്ഷകളിൽ കയറാൻ പലർക്കും പറ്റിയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ജോലി സംബന്ധമായിട്ട് അത്തരത്തിൽ പോകാൻ ഈ ഒരു സ്ഥാപനത്തിൽ പറ്റി.
പിന്നീട് ഇങ്ങോട്ടായിരുന്നു വായനശാലയ്ക്ക് പ്രവർത്തിക്കാൻ ശരിയായ വണ്ണം ആളില്ലാത്തൊരവസ്ഥ. പിന്നെ അതങ്ങനെ ജീർണാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. പലരും തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയായിരുന്നു. പിന്നീട് ഈ വായനശാലയെ ഉയർത്തിക്കൊണ്ടിരുന്നതിനായിട്ടുള്ള ശ്രമമാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായത്. അത് വർഷങ്ങളായി. പക്ഷേ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിന് പണ്ടത്തെ പോലെ ഒരു 50 രൂപയോ 100 രൂപയോ പിരിച്ചുകൊണ്ട് നടത്തുക എന്നുള്ള വലിയൊരു ശ്രമകരമായ പ്രവൃത്തി തന്നെയായിരുന്നു. അതിനാണ് ഞങ്ങൾ കുറി തുടങ്ങിയത്. കുറി തുടങ്ങി പിന്നെ അതിൻ്റെ കുറിയുടെ വെളിച്ചത്തിലാണ് വാർപ്പ് വരെ എത്തിച്ചത്. പിന്നീട് ഇങ്ങോട്ടേക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പലരിൽ നിന്നും പേരെടുത്ത് പറയാവുന്ന കാര്യം ഇത് പറയട്ടെ, ഞാൻ ഈ തേപ്പിൻ്റെതായാലും നമ്മൾ ഈ ടൈൽസിൻ്റെതായാലും എല്ലാത്തിനും തന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ഈ നാട്ടുകാർ പോലും അല്ലാത്ത ഒരുപാട് പേര് സംഭാവന ചെയ്തിട്ടുണ്ട്. പേരെടുത്ത് പറയാവുന്ന കാര്യം ചോദിച്ച ഉടനെ തന്നെ തന്നിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കോടിക്കണ്ടി ക്രഷേഴ്സിൻ്റെ ഉടമയായിട്ടുള്ള മൂന്നാട്ടം ഞാൻ നേരിട്ട് ചെയ്തുകൊണ്ടാണ് അവരുടെയൊക്കെ പേര് പറഞ്ഞത്. അതുപോലെ ഇവിടെ നാട്ടിൽ ഒരുപാട് സ്വന്തം കായികാധ്വാനം കൊണ്ട് മറ്റു ഇതുകൊണ്ട് നടത്തിയ എൻ്റെ സുഹൃത്തുക്കളും ഇവരൊക്കെ ഉണ്ട്. പക്ഷെ അതിന് പുറമെ ഞാൻ എടുത്ത പേര് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മോട് ഒരു ബന്ധവും ഇല്ലാത്ത, നമുക്ക് ഇവിടെ ഒരു നേരിട്ടൊരു ഇതുമില്ലാത്ത ആൾക്കാർ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മൂന്നാട്ടൻ അത് ഇത് തേക്കാനുള്ള ഇതൊക്കെ തന്നു. ഇനിയും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അതുപോലത്തെയാണ് ചേപ്പറുമ്പുള്ള ഒരു ക്വാളിറ്റി ക്രഷേഴ്സ്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു എടുത്ത് പൈസ കൊടുക്കാൻ സമയത്ത് ഇങ്ങനെ പറയുകയായിരുന്നു. എൻ്റെ പരിചയക്കാരനായിരുന്നു അവിടെ ഷോപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ് വായനശാലക്കാണെന്ന് പറഞ്ഞ ഉടനെ ആ ക്രഷർ ഉടമ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവരോട് പൈസ വാങ്ങിക്കരുതെന്നാണ്. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, നമ്മുടെ പ്രയത്നത്തിന് ഒരു അംഗീകാരം കിട്ടിയതുപോലെയായിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ടിട്ട് തന്നെ ഇല്ല, വെറുതെ തരണമെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ പൈസ തരാമെന്ന് ഉള്ള ഇതൊരു കണ്ടീഷനിൽ തന്നെയാണ് സാധനത്തിന് വണ്ടി അയച്ചത്. പക്ഷെ അവർ കാശ് വാങ്ങിച്ചിട്ടില്ല, വായനശാല കണക്കിൽ വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിസ്വാർത്ഥമായിട്ടുള്ള സേവന മനസ്കതയുള്ള ഒരുപാട് പേര് ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു പരിചയക്കാരനായിട്ടുള്ള ABC ടൈൽസിൽ വർക്ക് ചെയ്യുന്ന ABC ടൈൽസിൻ്റെ ഉടമയുടെ അവരുടെ പാർട്ട്നേഴ്സിൻ്റെ ഒരു കക്ഷി. അപ്പോൾ പുള്ളിക്കാരനും ഇതുപോലെ ടൈൽസ് തന്നു. പക്ഷെ പൂർണ്ണമായിട്ടില്ല, ഒരു നിശ്ചിത ശതമാനത്തിൽ അത്രയും ഫ്രീ ആയിട്ട് തന്നിട്ട് അതുപോലും തരാൻ ആൾക്കാരുണ്ടായിരുന്നു. ഒരു വളരെ എന്താ പറയുക, അത്രയും താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു എങ്ങനെയെങ്കിലും ഇതിനൊന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. പിന്നീട് ഇങ്ങോട്ടേക്ക് നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ ആവശ്യം പറഞ്ഞപ്പോഴും ചോദിച്ചപ്പോഴും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫർണിച്ചർ ആവട്ടെ അല്ലെങ്കിൽ ജനലിൻ്റെ കാര്യത്തിലാട്ടെ എല്ലാം വളരെ എന്താണെന്നുള്ള എന്തോ ഒരു നിമിത്തം പോലെ നമുക്ക് ഉടനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ വായനശാല ഈ ഒരു യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഞാൻ ഒരുപാട് നീട്ടി ബോറടിപ്പിക്കുന്നില്ല, പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയേണ്ടതാണ്. നമ്മുടെ ഈ ചുരുക്കം ചെറിയ ഏരിയയിൽ തന്നെ നമ്മൾ ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുകയും ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ നാട്ടിലെ നല്ലവരായ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. എല്ലാവരും തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സംവിധാനത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, എല്ലാവരും. കാരണം കൊച്ചുകുട്ടികളായാലും വലിയവരായാലും അവരുടെ മീറ്റിംഗ് ചെയ്യുന്നതിനായാലും പഠന കാര്യങ്ങൾക്കായാലും ബാക്കിയുള്ള എല്ലാത്തിനും എൻ്റെ മനസ്സിൽ പറയട്ടെ, ഞാൻ ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുണ്ട്. കാരണം നമ്മളെ കലാപരമായും കായികമായും വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുമോ അതെല്ലാം തന്നെ ഇവിടെ ഏർപ്പെടുത്തുന്നതിന് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർ നാളിൽ കിട്ടും. അതിനുവേണ്ടി എന്നും പ്രയത്നിക്കും. ഈ ഒരു സാഹചര്യം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നും ഞങ്ങൾ പുറകിലുണ്ടാവും. അപ്പോൾ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഇനി ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഹാരിസ്ക ആണ്, തറവലിലെ ഹാരിസ്കയായിരുന്നു. ഹാരിസ്കയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാരിസ്ക ഇതുവരെയായിട്ട് എത്തിയിട്ട് കാണുന്നില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ സ്ഥലം സംഭാവന ചെയ്തത് അദ്ദേഹത്തിൻ്റെ കുടുംബമായിരുന്നു. അപ്പോൾ അത് പറയാൻ ഞാൻ വിട്ടുപോയി. അതുപോലെ നമുക്ക് പ്രചോദനം നൽകിയിട്ടുള്ള നമ്മുടെ ഈ നാട്ടിലെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള മുതിർന്ന പൗരന്മാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരുടെയും അവർ നമ്മൾ പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാത്തിനും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. അതൊരു വികാരം തന്നെയാണ്. എല്ലാവരെയും, കൃഷ്ണേട്ടൻ, ജനാട്ടൻ, എല്ലാവരെയും, ഈ കേട്ടേട്ടൻ, എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. എല്ലാവർക്കും നന്ദിയും ഈ ഒരു അവസരത്തിലെത്തിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമ അധ്യക്ഷൻ എന്ന വഹിച്ച് ഈ കടമ ഞാൻ നിർവഹിക്കുന്നു. അതോടൊപ്പം ഇനി ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ ചെയർപേഴ്സണെ ആദരവോടെ ക്ഷണിക്കാം. ഉദ്ഘാടനം നടത്തുന്നത് ഇവിടെ നിലവിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി
നിലവിളക്ക് കത്തിച്ച് ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ചെയർപേഴ്സണെ ക്ഷണിക്കുന്നു. വായനശാല വയക്കരയിലെ കുട്ടിയാൽമൂലയിൽ നടക്കുന്ന ഈ പുതിയ വായനശാല കെട്ടിടത്തിൻ്റെ നാടമുറിച്ച് നമ്മൾ അല്പസമയം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മൾ നിലവിളക്ക് കൊളുത്തി ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിൻ്റെയും കൂടി ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നടത്തിയതായി അറിയിക്കുകയാണ്. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറെ ബഹുമാനപ്പെട്ട ശ്രീ രാജീവൻ കെ, പരിപാടിക്ക് സ്വാഗതമോദി സംസാരിച്ച എൻ്റെ പ്രിയ വിദ്യാർത്ഥി കൂടിയായ വായനശാലയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ രാജേഷ് MP, കൂടാതെ മുഖ്യാതിഥി എത്തിച്ചേർന്നിരിക്കുന്ന സിനിമാ താരവും സീരിയൽ താരവും ഒക്കെയായ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഏറെ പ്രിയങ്കരനായ ശ്രീ ശിവദാസൻ മട്ടന്നൂർ, അതുപോലെ ഈ വായനശാലയ്ക്ക് സ്ഥലം സംഭാവന ചെയ്ത പ്രിയപ്പെട്ട CPM ഹാരിസിനെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഇവിടെയുണ്ട്. അതുപോലെ ഈ വേദിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീകണ്ഠപുരം നഗരസഭയുടെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ, ഏറെ ആദരണീയരായ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രീമതി നിഷിത റഹ്മാൻ, അതുപോലെ ശ്രീ ഷിജിൻ M, അതുപോലെ ലൈബ്രറി കൗൺസിലിലെ പ്രിയങ്കരനായ ശ്രീ ജനാർദ്ദനൻ, യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷാ കൺട്രോളർ ഇൻചാർജ് കൂടിയായിട്ടുള്ള പ്രസാദ് മാഷ്, കൂടാതെ ടി പ്രസാദ്, ശ്രീ ധനേഷ്, ശ്രീ KK കൃഷ്ണൻ, ശ്രീ രതീഷ് KK, ശ്രീ EV സുമേഷ്, ശ്രീ MB രമേശൻ, അതുപോലെ ശ്രീ അനിൽ CV, ചൈതന്യ കുടുംബശ്രീയുടെ പ്രിയപ്പെട്ട ശ്രീ പ്രസന്ന, ശ്രീമതി അനിത, കൂടാതെ PR NSS കോളേജ് മട്ടന്നൂരിൻ്റെ പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീ RK ബിജു സർ, അതുപോലെ ഏറെ പ്രിയപ്പെട്ട ശ്രീ പ്രഭാകരൻ KV, നന്ദി അർപ്പിക്കുന്ന ശ്രീ ഡെനീഷ്. വേദിയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രൗഢ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, മറ്റ് പ്രിയപ്പെട്ടവരെ, നവോദയ വായനശാല 985 തുടങ്ങിയ വായനശാല പലതരത്തിലുള്ള പ്രതിസന്ധികളെയും ഒക്കെ കടന്ന് അതിപ്പോൾ അതിജീവനത്തിന് വലിയ പുതിയ പാത തേടി ഇന്ന് നമ്മളത് മനോഹരമായ കെട്ടിടം ഇന്ന്
വായനശാല കെട്ടിടം ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിനുവേണ്ടി അധ്വാനിച്ച, ഒരുപാട് വിയർപ്പൊഴുക്കിയ, ഒരുപാട് മൺമറഞ്ഞു പോയവരും ഇപ്പോഴുള്ളവരുമായിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ട മുഴുവൻ പേരെയും ഈ ഒരു നല്ല ദിവസം നഗരസഭയ്ക്ക് വേണ്ടി കൂടി ഞാൻ അനുസ്മരിക്കുകയാണ്. സ്വാഗത പ്രസംഗവും അതുപോലെ അധ്യക്ഷ പ്രസംഗവും അതിനുശേഷം നടന്ന ഒരുപാട് ആളുകൾ ഇനി സംസാരിക്കാനുള്ളവരുമൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെ മനോഹരമായ ഒരു സൗധം, വായനശാലയ്ക്ക് വേണ്ടി ഇത്രയും അത്യന്തം മനോഹരമായ ഒരു നല്ല വായനശാല ഇവിടെ വീണ്ടും പൂർവാധികം ഊർജ്ജസ്വലതയോടെ ഓജസ്സോടുകൂടി ഇവിടെ തുടങ്ങി വയ്ക്കുകയാണ്. ഈ നാട്ടുകാർക്ക് വേണ്ടിയാണ് ഇവിടെയുള്ള ആളുകൾ, സുമനസ്സുകൾ എല്ലാവരും ചേർന്ന് ഇപ്പം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു, ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുണ്ടായി. കൃഷ്ണേട്ടനടക്കമുള്ള ആളുകളെ ഇങ്ങനെ പേരെടുത്ത് പറയുണ്ടായി. അപ്പം അങ്ങനെയുള്ള ആളുകൾ ദീർഘകാലം ഈ ഒരു മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. പൂർവ്വസൂരികൾ നമുക്ക് വേണ്ടി ചെയ്ത ഒരുപാട് പുണ്യങ്ങളെ അനുസ്മരിക്കാതെ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കൃതജ്ഞതയായിരിക്കും. അപ്പം അതുകൊണ്ട് അവരെ എല്ലാം ഓർമ്മിച്ചുകൊണ്ടാണ് ഈ മനോഹരമായ വായനശാല അത് ഈ നാടിൻ്റെ സ്പന്ദനമായി മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഒരു നാടിൻ്റെ വായനശാല എന്ന് പറയുന്നത് അവിടെ സാംസ്കാരികമായ ഒരുപാട് ചിന്തകളും ഒരുപാട് സംവാദങ്ങളും ഒരുപാട് നല്ല സമ്മേളനങ്ങളും സെമിനാറുകളും ഒക്കെ നടക്കേണ്ട ഒരു സ്ഥലങ്ങളാണ്. ഒരുപാട് വായനശാലകളിൽ നമ്മുടെ ജനാർദ്ദനൻ സാർ അടക്കം ഞങ്ങൾ ഒരുപാട് വായനശാലകളിൽ പോവുകയും ജില്ലാ തലത്തിലുള്ള പരിപാടി ചെങ്ങളായി വായനശാലയിൽ വെച്ച് നടന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുക. അപ്പം അങ്ങനെ ഈ വായനശാലയിൽ ഇനിയിപ്പോൾ ഞങ്ങൾ കണ്ട കുറച്ച് കുറവുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപകരണങ്ങൾ, ഫർണിച്ചറുകളുടെ കുറവുണ്ട്. എന്തായാലും നമുക്ക് അംഗീകൃത വായനശാലയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നഗരസഭയുടെ ആ വായനശാലകളുടെ ലിസ്റ്റിൽ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മളൊരു പദ്ധതി വച്ചിട്ടുണ്ട്. ആ പദ്ധതിയിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ സ്വാഗതം പറഞ്ഞപ്പോൾ നമ്മുടെ രാജേഷ് പറഞ്ഞ ഒരു കാര്യം, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നാണ്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട നിഷിത കൗൺസിലർ എല്ലാവരും റോഡ് വേണം, 5 ലക്ഷം 4 ലക്ഷം 4 ലക്ഷം എന്നൊക്കെ പറഞ്ഞ സമയത്ത് നിഷിത കൗൺസിലർ റോഡ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അതിനുള്ള പൈസ മുഴുവനായിട്ടും ഇവിടെ സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നതിന് വേണ്ടി വയ്ക്കുകയുണ്ടായത്. ഞാൻ പ്രത്യേകം നിഷിതയെ അഭിനന്ദിക്കുകയാണ്. കാരണം എല്ലാവരും റോഡിന് വേണ്ടി പറഞ്ഞപ്പോൾ എനിക്ക് റോഡ് വേണ്ട, ആളുകൾക്ക് വെളിച്ചം കൊടുക്കണം, റോഡ് വേണം. പക്ഷെ എനിക്കൊന്നും ഇവിടുത്തെ എല്ലാ റോഡുകളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിജിൻ്റെ വാർഡ് പോലെ തന്നെ ഇനി അധികം ഉണ്ടാവാൻ വഴിയില്ല. എന്തായാലും നിഷിത അങ്ങനെ ഒരു വ്യത്യസ്തമായി ചിന്തിച്ചു. അതുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈൻ. പിന്നെ എന്തുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് വന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കേബിൾ നമ്മൾ പൈസ മുഴുവൻ അടച്ചതാണ്, 28 ലക്ഷം രൂപയും അടച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കേബിൾ സാധനങ്ങൾ മുഴുവൻ വരാനുള്ള ഒരു താമസം കൊണ്ട് മാത്രമാണ് അത് വൈകുന്നത് എന്നുകൂടി ആനുഷാംഗികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ ഇതൊരു സാംസ്കാരിക സമ്മേളനമാണ്. സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സംസ്കാരത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും വായനയെക്കുറിച്ചും ഒക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു നല്ല നിമിഷങ്ങൾ കൂടിയാണ്. നമുക്കറിയാം, പോയ നൂറ്റാണ്ടിലെ കലാചിന്തകനായിരുന്ന ജോൺ ബർജർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാൻ പറയുന്നത് കൺസേൺ ഫോർ ദി അതർ എന്നാണ്. കൺസേൺ ഫോർ ദി അതർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഈ വായനശാല ഉണ്ടാക്കിയത് ഈ പ്രിയപ്പെട്ട രാജേഷിനോ രാജീവനോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു 2-3 വ്യക്തികൾക്ക് വേണ്ടിയല്ല, ഈ നാടിനു വേണ്ടി ഉണ്ടാക്കിയ വായനശാലയാണ്. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു നല്ല സൗമനസ്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ഇടമായി മാറിയ ഈ വായനശാല തീർച്ചയായിട്ടും ജോൺ ബർജർ പറഞ്ഞ അതേ അർത്ഥത്തിലാണ് എത്തിച്ചേരുന്നത്. കൺസേൺ ഫോർ ദി അതർ, മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ല ഒരു വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിനോട് ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി, വാട്ട് ഈസ് കൾച്ചർ, എന്താണ് കൾച്ചർ, കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു ഉത്തരമുണ്ട്, കൾച്ചർ ഈസ് ദ വൈഡനിങ് ഓഫ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നാണ്. കൾച്ചർ ഈസ് ദ വൈഡനിങ് ഓഫ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. നമ്മുടെ മനസ്സിന്റെ വിശാലതയും അതിന്റെ കാഴ്ചപ്പാടുകളുമാണ്, മനസ്സിന്റെ വിശാലമായ കാഴ്ചപ്പാടുകളാണ് കൾച്ചർ എന്ന് പറയുന്നത്. മനസ്സിന്റെ വിശാലമായ കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് ഈ 85 വർഷം കൊണ്ട് പല പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആരും പിന്മാറാതെ അതിൽ തന്നെ ഉറച്ചു നിന്ന്
വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു മനോഹരമായ ഒരു സൗധം വായനയ്ക്ക് വേണ്ടി, ഇവിടെ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി, ഒരുപാട് ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ആശാനൊക്കെ പറയും, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയത്തെ, ധനത്തെ, നമ്മുടെ പണത്തെ ഒക്കെ മാറ്റിവെക്കുന്നവരാണ് തീർച്ചയായിട്ടും ബുദ്ധിയുള്ളവർ. സാർത്ഥകമായിട്ടുള്ള ജീവിതം അവരുടേതാണെന്ന് കുമാരനാശാൻ പണ്ടേ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വായിക്കുന്നത് എന്തിനാണ്? നമ്മൾ വായന എന്തിനാണ്? വായിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ അക്ഷരങ്ങൾ, വാക്കുകൾ, ഈ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ വികാരങ്ങളും ആവിഷ്കരിച്ചു വെക്കാൻ വാക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നോവൽ ആവശ്യമില്ല, സംഗീതം ആവശ്യമില്ല, കവിത ആവശ്യമില്ല, കഥ ആവശ്യമില്ല, ചെറുകഥയില്ല ആവശ്യമില്ല, നോവൽ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾക്ക് നമ്മുടെ മനസ്സിലെ എല്ലാ വികാരങ്ങളും ആവിഷ്കരിച്ചു വെക്കാനുള്ള വാക്ക് നമ്മൾക്കില്ല, ആ വാക്ക് നമുക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അത് പക്ഷേ കവിതകളിലൂടെ നമുക്ക് ആവിഷ്കരിച്ച് വെക്കാൻ പറ്റും, അത് നോവലിലൂടെ ആവിഷ്കരിച്ച് വെക്കാൻ പറ്റും, അതുപോലെ നാടകങ്ങളിലൂടെ ആവിഷ്കരിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വായിക്കുന്നത് മനസ്സിന്റെ ആ ഒരു സന്തോഷം പ്രദാനം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ എല്ലാ വായനയും നമ്മൾ ആനന്ദചിത്തരാക്കും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആഹ്ലാദം പകർന്നു കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നമ്മുടെ ഒറ്റയൊറ്റ മനുഷ്യരുടെ സങ്കടങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് ഒരു മനുഷ്യകുലത്തിന്റെ ആകത്തുകയായ സങ്കടങ്ങളിലേക്ക് അല്ലെങ്കിൽ അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വായനയുടെ എന്നത്തെയും പ്രസക്തി. ഒരു പുസ്തകം, ബെന്യാമിന്റെ ആടുജീവിതമോ അല്ലെങ്കിൽ എം.ടിയുടെ മഞ്ഞോ അല്ലെങ്കിൽ നാലുകെട്ടോ അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാലസഖിയോ പത്തുമ്മയുടെ ആടോ എല്ലാം എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളെ പറിച്ചെടുത്ത് വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. ആ ലോകം എന്ന് പറയുന്നത് ഒരു പറ്റം മനുഷ്യരുടെ ലോകമാണ്. ഒരു വ്യക്തിയുടെ ലോകത്തിൽ നിന്ന് നമ്മളെ പറിച്ചെടുത്ത ഒരു പറ്റത്തിന്റെ, വലിയൊരു കൂട്ടത്തിന്റെ, വലിയൊരു സമൂഹത്തിന്റെ, വലിയൊരു മനുഷ്യകുലത്തിന്റെ ആ ഒരു അവസ്ഥകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങൾ അതൊന്നുമല്ല എന്ന് നമുക്ക് തോന്നും. ഇതൊന്നും ഒരു വിഷയമേ അല്ല, ഇതൊന്നും ഒരു വലിയ പ്രശ്നമേ അല്ല എന്ന് നമുക്ക് തോന്നും. മാത്രമല്ല, നമ്മുടെ എം.എൻ. വിജയനൊക്കെ പറയാറുണ്ട്. എം.എൻ. വിജയൻ ഒരുപാട് നല്ല പ്രൊഫസറൊക്കെ ആയിരുന്നു, ബ്രണ്ണൻ കോളേജിലായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകൻ കൂടിയാണ്. എം.എൻ. വിജയൻ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പറയുന്നത്, ഒരു ഭർത്താവിനോട് ഭാര്യ പറയുന്നു, എനിക്കൊരു പച്ച സാരി വേണം. അപ്പോ ഭർത്താവ് കടകളിലൂടെ ഒക്കെ പോയി നടന്ന് ഒരു പച്ച സാരി വാങ്ങിച്ചുകൊണ്ട് വരുന്നു. പച്ച സാരി വാങ്ങിച്ചുകൊണ്ട് ഭാര്യയെ കൊടുത്തപ്പോൾ ഭാര്യ പറയുന്നു, ഇതല്ല ഞാൻ പറഞ്ഞ പച്ച എന്നാണ്. അപ്പോൾ പച്ച എന്ന് പറയുന്നത്, ആ കളർ എന്ന് പറയുന്നത് ഭാര്യയെ സംബന്ധിച്ചൊരു കവിതയാണ്, അല്ലെങ്കിൽ ഒരു അനുഭവമാണ്. ഒരു പച്ച എന്ന അനുഭവമാണ്. ഭർത്താവിനെ സംബന്ധിച്ച് ഒരു അർത്ഥം മാത്രമാണ് പച്ച നിറം, അത്രയാണ്, അത് വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഓരോ വാക്കിനും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അനുഭവങ്ങളെയും ആവിഷ്കരിച്ചു വെക്കാൻ നമുക്ക് വാക്കുകളില്ല. എന്താണ് ആശാൻ പറഞ്ഞത്, ഇന്ന് ഭാഷ ഇത് അപൂർണമിങ്ങഹോ വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ എന്ന് ആശാൻ പറഞ്ഞതുകൊണ്ടാണ്. ഇതെല്ലാം പറഞ്ഞു വെക്കാനുള്ള ഭാഷ നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കവിത എഴുതുന്നത്, അല്ലെങ്കിൽ കഥ എഴുതുന്നത്, ഞാൻ നോവൽ എഴുതുന്നത്, ഞാൻ നാടകം എഴുതുന്നത്, വാക്കുകൾ കൊണ്ട് ഇതെല്ലാം പറയാനാവുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പം നമ്മൾ പറയും, സ്നേഹത്തിൽ വഞ്ചനയുണ്ടോ? ഇല്ല. സ്നേഹത്തിൽ എന്ന് പറഞ്ഞാൽ സ്നേഹം, നമുക്ക് വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ സ്നേഹം മാത്രമാണ്. പക്ഷേ സ്നേഹത്തിൽ വഞ്ചനയുണ്ട്. അത് വഞ്ചനയാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം, അല്ലേ? പാത്തുമ്മയുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു നോവൽ, ആ നോവലിനകത്ത് ബഷീർ പറയുന്ന ഒരു കാര്യമുണ്ട്. ബഷീർ പറയുന്നത്, വൈക്കം മുഹമ്മദ് ബഷീർ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ അവധൂതനായി കുറെ നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ഒരു ദിവസം കഷ്ടപ്പെട്ട് അയാൾ വീട്ടിലെത്തുന്ന സമയത്ത് ഉമ്മ ബഷീറിനോട് പറഞ്ഞു, മോനെ എനിക്കൊരു 25 ഉറുപ്പിക വേണം. അപ്പോൾ ബഷീർ പറഞ്ഞു, എൻ്റെ എവിടുന്ന ഉമ്മ പൈസ? ഞാൻ ഇങ്ങനെ നടക്കുന്ന ഒരാളല്ലേ, ഒരു സ്ഥലത്തും ഞാൻ ഇന്ന് പണിയെടുക്കുകയൊന്നും എന്തെങ്കിലും ഒരു പൈസയും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ എന്നാലും ഉമ്മ പറഞ്ഞതല്ലേ എന്ന് കരുതി ബഷീർ ഇങ്ങനെ കുറേ സ്ഥലത്തൂടെ നടന്ന് കഷ്ടപ്പെട്ട് 25 രൂപ കൊണ്ടേ കൊടുത്തു. 25 രൂപ കൊണ്ടേ കൊടുത്ത സമയത്ത് ഉമ്മ അപ്പുറത്ത്, തിണ്ണയുടെ അപ്പുറത്ത് ഒരു മൂലയിലേക്ക് മാറിയിരുന്ന് ആലോചിക്കുകയാണ്, ഇവനോട് ഒരു 100 രൂപ ചോദിക്കായിരുന്നു എന്ന്. അമ്മയുടെ സ്നേഹത്തിനകത്ത് നമ്മൾ പറയുന്നത് വഞ്ചനയാണോ? അമ്മയുടെ സ്നേഹത്തിനകത്ത് വഞ്ചനയില്ല. പക്ഷെ
അമ്മ അത് പറയുന്നത് അമ്മയ്ക്കുള്ള ആ ഒരു അവകാശത്തിന്റെയോ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെയോ ആ ഒരു സ്നേഹത്തിന്റെയോ ഒക്കെ ആ ഒരു നിറവിലാണ്. അപ്പോ വാക്കുകൾ കൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അനുഭവങ്ങളിലൂടെ, കഥകളിലൂടെ, നോവലുകളിലൂടെ ഒക്കെ നമുക്ക് പറയാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വായനകൾ ഇവിടെ ഉണ്ടാവണം. ഞാൻ അവിടെ ഒരു അലമാരിക്കകത്ത് കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ കണ്ടുള്ളൂ, പക്ഷെ ഇനി ഒരുപാട് പുസ്തകങ്ങൾ കൊണ്ട് നിറയണം. ഈ ലൈബ്രറി ഒരുപാട് പുസ്തകങ്ങൾ കൊണ്ട് നിറയണം. ഒരു 2000 പുസ്തകങ്ങളെങ്കിലും അവിടെ ഉണ്ടാവണം. അതിനുവേണ്ടി എല്ലാവരും കൈ അയച്ച് സഹായിക്കണം. നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ 2 കോപ്പി ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ കോപ്പി ഈ ലൈബ്രറിക്ക് കൊടുക്കണം. കാരണം ഈ ലൈബ്രറി വളരണം. ഇത് പുതിയ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇവർ കഷ്ടപ്പെട്ടതാണ്. അതാണ് ആ ലൈബ്രറി. അപ്പൊ അതുകൊണ്ട് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ വായന തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് ഉയരങ്ങളിലേക്കും ഒരുപാട് വിശാലമായ അവസ്ഥയിലേക്കും കൊണ്ടുപോകും. എല്ലാ കവിതകളിലും നമ്മുടെ അനുഭവ സാകല്യം ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, കാൾ മാർക്സിന്റെ വളരെ പ്രശസ്തമായ ഒരു കൊട്ടേഷൻ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ സീക്രട്ട് കൺഫെഷൻ എന്നാണ്. ഇറ്റ് ഈസ് സീക്രട്ട് കൺഫെഷൻ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ദ ഇമ്മോർട്ടൽ മൂവ്മെന്റ്സ് ഓഫ് ഇറ്റ്സ് ഓൺ ടൈം എന്നാണ്. അതായത് ഇത് ഈ ഒരു കവിതയാവട്ടെ, അല്ലെങ്കിൽ ഒരു നോവലാകട്ടെ, ഒരു സാഹിത്യമാവട്ടെ, അതൊരു സീക്രട്ട് കൺഫെഷനാണ്. ഒരു രഹസ്യമായ ഒരു കുമ്പസാരമാണ്. പക്ഷെ അത് അതേസമയം തന്നെ ദീർഘകാലങ്ങളിലൂടെ കടന്നു പോവേണ്ടുന്ന അവസ്ഥകളുടെ ഒരു നേർരേഖ ചിത്രം കൂടിയാണെന്ന് പറയുന്നതും ഇതേ അർത്ഥത്തിലാണ്. ബെന്യാമിന്റെ ആടുജീവിതം വായിക്കുന്നത് വരെ ഞാനൊക്കെ ഈ ഒരു വിദേശത്തുനിന്ന് വരുന്നവർ കൊണ്ടുവരുന്ന കൊച്ചുനാളിൽ 4 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ ദുബായിലൊക്കെ പോയി 2, 3, 4 വർഷങ്ങൾക്ക് കഴിഞ്ഞ് വരുമ്പോൾ ചെറിയ പെർഫ്യൂമൊക്കെ കൊണ്ടുവരും, അല്ലെ അവിടുത്തെ മിഠായിയൊക്കെ കൊണ്ടുവരും. അപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ട് ഇവർക്കൊക്കെ എന്ത് സുഖമാണ് ഈ ദുബായിൽ പോയി. പക്ഷെ ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ അത് മാറ്റിക്കളയുന്നു. ഇങ്ങനെയല്ല, ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ സാധനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വിദേശത്ത് പോയവരോട് വല്ലാത്തൊരു ബഹുമാനം തോന്നും. ഇതൊരു നല്ല സുഖമാണ് ആണല്ലോ എന്നതിനപ്പുറത്തേക്ക് അവരനുഭവിക്കുന്ന കഠിന ജീവിതത്തിന്റെ തീവ്രമായ അവസ്ഥകൾ നമ്മുടെ മുമ്പിലേക്ക് എങ്ങനെ ഒഴുകി വരും. മാത്രമല്ല നമ്മുടെ ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പലപ്പോഴും ഈ സ്കൂളുകളിൽ പോലും, പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളൊക്കെ നോക്കിയാൽ അറിയാം, 4, 5, 6 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വരെ ലഹരിയുടെ ചതിയുടെ വലകൾ ഇങ്ങനെ തീർത്ത് വെച്ച് ആ കെണിയിലേക്ക് കൊണ്ടുപോകും. നമുക്ക് പത്രം എടുത്ത് നോക്കാൻ പേടിയാണ്, അല്ലെ? കഴിഞ്ഞ ദിവസം ഒരു പെൺകുഞ്ഞിന്, ഒരു 3-4 വയസ്സുള്ള പെൺകുഞ്ഞിനെ ഒരമ്മ ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ കഥയും അതിന്റെ പിന്നാമ്പറ കഥകളും ഒക്കെ കേട്ടിട്ട് നമുക്ക് നെഞ്ചു പിടയാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സമ്പത്തും നമ്മുടെ കരുത്തുമാണ്. പക്ഷെ ഈ പലതരത്തിലുള്ള ലഹരികളും അതും ഇതും എല്ലാം കൂടി നമ്മുടെ കൊച്ചു ബാല്യങ്ങളെയെല്ലാം ഇങ്ങനെ എവിടെയൊക്കെയോ കട്ടെടുത്ത് കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും മാറണമെങ്കിൽ നല്ല വായന ഇവിടെ ഉണ്ടാവണം. നല്ല വായിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ചിന്തയുടെ നല്ല ആകാശങ്ങളിലേക്ക് കടന്നു പോവുക തന്നെ ചെയ്യും. കുമാരനാശാനൊക്കെ പണ്ട് പറഞ്ഞ, അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ആശാന്റെ കവിതകളൊക്കെ എല്ലാവരും എടുത്ത് വായിക്കണം. ഒരുപാട് വായിക്കേണ്ട കവിതയാണ് ആശാന്റെ കവിത. 100 വർഷം മുമ്പ് എഴുതിയ കവിതയാണ് ചിന്താവിഷ്ടയ സീത. ഈ ചിന്താവിഷ്ടയ സീത 100 വർഷം കൊണ്ട് ഒരു 200 വർഷം വളർന്ന ഒരു കവിതയാണത്. നമ്മൾ വായിക്കുക, അത് അന്നത്തേക്ക് വേണ്ടി പറഞ്ഞതാണോ? അല്ല, ഇന്നാണ് അത് ഏറ്റവും കൂടുതൽ പ്രസക്തം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 100 വർഷം കഴിഞ്ഞു ആശാൻ ചിന്താവിഷ്ടയ സീത എഴുതിയിട്ട് 100 വർഷം കഴിഞ്ഞു. അതിൽ സീത പിന്നീട് ശ്രീരാമൻ അങ്ങ് കൊട്ടാരത്തിലേക്ക് വിളിക്കുമെന്ന് ആളുകൾ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ വാൽമീകിയോട് പറയുന്നു സീത വീണ്ടും കൊട്ടാരത്തിലേക്ക് ചെല്ലണം. 3-4 തവണ അഗ്നിപ്രവേശം നടത്തി ചാരിത്രം തെളിയിച്ച ഒരു സീതയോട് വീണ്ടും പറയുന്നത് നീ അങ്ങോട്ട് വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് പോരെ, പക്ഷെ ഒരു കണ്ടീഷനാണ്, ചാരിത്രം തെളിയിക്കണം, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അപ്പൊ അത് ഒരു വൈകുന്നേരം ഇങ്ങനെ ഓർക്കുകയാണ് സീത. രാമനുമൊത്ത് ഒരു 8-9 വയസ്സിൽ കാട്ടിൽ സ്വയംവരം കഴിഞ്ഞു, കൊട്ടാരത്തിൽ നിൽക്കാൻ ഉടനെ തന്നെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ദീർഘകാലം 14 വർഷക്കാലം കാട്ടിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചുപോയി അവിടെ ഗർഭിണിയായ സീതയെ വീണ്ടും സംശയത്തിന്റെ പേരിൽ സീതയെ വീണ്ടും കാട്ടിലേക്ക് വിട്ടു. ഇങ്ങനെ കുറേ വിഷയങ്ങൾ കണ്ട് സീത മടുത്തിരിക്കുന്നു. അപ്പോ ആളുകൾ പറയുന്നത് മുഴുവൻ കേട്ട് രാമൻ അതിന് വശംവദനാവേണ്ട കാര്യമുണ്ടോ എന്നാണ് സീത ചോദിക്കുന്നത്. സീത പറയുന്നുണ്ട്, പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര, കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനിത. എത്രയോ പ്രസക്തമായ വരികൾ, അന്നും പ്രസക്തമാണ്, അതിന്റെ 100 ഇരട്ടി പ്രസക്തമാണ് ഇന്നും, അല്ലെ? പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര.
എല്ലാവരെയും കൊളുത്തിടുന്ന ചൂണ്ട എന്ന് പറയുന്ന പ്രണയമാണ്. പ്രണയം വശമാക്കി ഈശ്വര എന്ന വിളിയിൽ എല്ലാം ഉണ്ട്. താൻ അനുഭവിച്ച യാതനകൾ, താൻ അനുഭവിച്ച അപമാനവീകരണങ്ങൾ, താൻ അനുഭവിച്ച കെടുതികൾ, താൻ നേരിട്ട പ്രശ്നങ്ങൾ, വിമർശനങ്ങൾ, ഇതെല്ലാം കൂടിയാണ് സീത പറയുന്നത് ഈശ്വര. ഞാൻ പറയുന്നത് വാൽമീകിയുടെ രാമനെ കുറിച്ചാണ്. എഴുത്തച്ഛൻ്റെ രാമനെ കുറിച്ചേ അല്ല കേട്ടോ. നാളെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെയാവും. എഴുത്തച്ഛൻ്റെ രാമനെ കുറിച്ച് ഇങ്ങനെ പറയാമോ? അങ്ങനെ ഞാൻ എഴുത്തച്ഛൻ്റെ രാമനെ കുറിച്ചേ അല്ല പറഞ്ഞത്. ഞാൻ വാൽമീകിയുടെ രാമൻ, പച്ചയായ ഒരു രാമനുണ്ട്. ആ രാമനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സീത വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുമ്പോൾ സീത കണ്ടെത്തിയ ഒരു നിഗമനമുണ്ട്. ഹരിതോർക്കിൽ നൃപൻ വധിച്ചുഹ, നിഷ്കരുണം ചെന്നൊരു ശൂദ്രയോഗിയെ, നിരൂപിക്കിൽ മയക്കി ഭൂപനെ തരുണി പാദജഗർഹിണി ശ്രുതി എന്നാണ്. സീത തന്നെ ഒരു കൺക്ലൂഷൻ, ഒരു നിഗമനത്തിലെത്തുകയാണ്. രാമനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നിരൂപിക്കിൽ മയക്കി ഭൂപനെ, രാമനെ മയക്കിയിട്ടുണ്ടാവാം. ആര്? ശ്രുതി എന്ന് പറഞ്ഞ വേദവും ആ കാലത്ത് നിലവിലിരുന്ന സ്ത്രീയോടുള്ള വിവേചനവും രാമനെയും മയക്കിയിട്ടുണ്ടാവാം. ഇതും പ്രസക്തമാണ്. ഇന്ന് സ്ത്രീയോടുള്ള വിവേചനങ്ങൾ ഇന്നും പല മുക്കിലും മൂലയിലുമൊക്കെ ഇങ്ങനെ തിരം നീക്കി പുറത്തേക്ക് വരുന്ന ഒരു കാലത്ത് ആശാന്റെ ചിന്താവിഷ്ടിയായ സീത വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ പറയില്ലേ 916 ഗോൾഡ് എന്ന് പറയും. ഊതിക്കാച്ചിയ പൊന്നുപോലെ അതിങ്ങനെ തെളിഞ്ഞു വരും. അതാണ് ആശാന്റെ സീതയിലെ വിഷയം. അതിനുശേഷം സീത പറയുന്നുണ്ട് അവസാനം രാമനോട്, അല്ലെങ്കിൽ രാമൻ വാൽമീകിയോടും അവിടെയുള്ള കാട്ടിൽ അവരെ പരിചരിച്ച ആളുകളോടൊക്കെ പറയുന്നത് സീത അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. സീത പട്ടമഹിഷിയായിട്ട്, രാമന്റെ പട്ടമഹിഷിയായിട്ട് ഇനി കുറച്ചാളൂടെ അങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ സീത പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അരുതെന്തൈ വീണ്ടും എത്തി നിൻ തിരുമുമ്പിൽ തെളിവേകി ദീനയായി, മരിവീഴണമെന്നു മന്നവൻ കരുതുന്നോ ശരി, പാവയോ ഇവൾ. എത്ര പ്രസക്തമാണ് അല്ലെ? ഒരു സ്ത്രീ 100 വർഷങ്ങൾക്ക് മുമ്പ് രാമൻ എന്ന് പറഞ്ഞ രാജാവിനോട് ചോദിക്കുകയാണ്, അരുതെന്തൈ, അല്ല രാമ നീ എന്താ പറയുന്നത്? വീണ്ടും ഞാൻ നിന്റെ തിരുമുമ്പിൽ വന്ന് കേണ് വീണ് നിന്റെ പട്ടമഹിഷിയായിട്ട് നിൽക്കണം എന്ന് നീ കരുതുന്നുണ്ടോ രാമ? ശരി, ഞാനൊരു പാവയാണോ എന്ന് ചോദിക്കുന്ന സീതയുടെ അവസാനം നമ്മൾ കാണുന്നുണ്ട്. എനിക്കിനി അങ്ങോട്ട് പോവണ്ട, ഭൂമി വളർന്ന് താഴോട്ട് പോയാൽ മതി എന്നാ പറഞ്ഞത്. എനിക്കിനി അവിടെ പോയി പട്ടമഹിഷിയായിട്ടൊന്നും കഴിയും. അതാണ് സീത 100 വർഷം മുമ്പ് ഇവിടെയൊക്കെയുള്ള സ്ത്രീകളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആശാന്റെ സീത പറഞ്ഞുകൊണ്ടിരുന്നതാണ് കുറച്ച് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ, ചിന്തിക്കാൻ, ആത്മാഭിമാനത്തോട് മുന്നോട്ട് പോകാൻ സീത വീണ്ടും വീണ്ടും നമ്മളോട് പറഞ്ഞു. ഇതൊക്കെ വായനയിൽ തെളിഞ്ഞു വരും. വായിക്കണം, ഒരുപാട് വായിക്കണം. അപ്പോൾ വായനയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, മനസ്സിന് സ്വസ്ഥത, ശാന്തത, സമാധാനം, ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി എഴുതുന്നവർക്കൊക്കെ എഴുതാനുള്ള ഒരു പ്രചോദനമായി നന്നായിട്ട് വായന പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം എന്തായാലും ഇത്രയും മനോഹരമായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിന് സംഘാടകർക്ക് എന്നെ വിളിക്കാൻ വന്നത് പ്രിയേഷൊക്കെയാണ് അല്ലേ? പ്രിയേഷൊക്കെയാണ് എന്നെ പരിപാടിക്ക് വിളിക്കാൻ വന്നത്. എന്തായാലും എന്നെ വിളിച്ച രാജേഷും പ്രിയേഷും ഒക്കെ കൂടിയാണ് അന്ന് വന്നത്. അപ്പോൾ നിഷിയും അപ്പോൾ എല്ലാവരോടും പ്രത്യേകം നഗരസഭയ്ക്ക് വേണ്ടി നിങ്ങളോട് നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. നല്ല വായനയിലൂടെ വളർന്ന് ഒരുപാട് ആകാശങ്ങളിലേക്ക് പോകാൻ പുതുതലമുറയ്ക്ക് കരുത്തായി ഈ ഒരു മനോഹരമായ വായനശാലയെ വീണ്ടും വീണ്ടും വളർന്ന് വലുതാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് ഞാൻ നമ്മുടെ മുഖ്യാതിഥി ശിവദാസൻ മട്ടന്നൂരിനെ വിളിക്കുന്നതിന് മുമ്പായി കൗൺസിലർക്ക് പോകാൻ തിരക്കുള്ളതിനാൽ ഒരു ആശംസ അർപ്പിക്കുന്നതിനായിട്ട് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ നിശ്ചിത ഇവിടെ രാജീവേട്ടൻ ഇവിടെ കൃഷ്ണേട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പം കൃഷ്ണേട്ടനെ പോലെയുള്ള ആൾക്കാർ ഈ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളർന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ പറയാനുള്ള ഒരു വേദിയല്ല ഇത് എന്നെനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ രാജേഷ് പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ടൈമിൽ തന്നെ
നമ്മുടെ സ്ട്രീറ്റ് ലൈൻ വലിച്ചിട്ടുണ്ടായിരുന്നു. നഗരസഭയിലെ എല്ലാ വാർഡിലും 1500 1200 മീറ്റർ സ്ട്രീറ്റ് ലൈൻ വലിച്ചിട്ടുണ്ടായിരുന്നു. ആ വലിച്ച സമയത്ത് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കാൻ വന്ന സമയത്ത് ഞാനത് പല പ്രാവശ്യം വാർഡിൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. വാർഡിൻ്റെ ഗ്രൂപ്പിലല്ല, വയക്കര ഗ്രാമം എന്ന ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല, ചില ആൾക്കാർക്കെങ്കിലും എന്തോ ഞാൻ പറഞ്ഞത് എന്നെ വിശ്വാസമില്ലായിട്ടോ അല്ലെ എന്താണെന്ന് അറിയില്ല. പക്ഷെ അവരത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായി ചെയ്ത ഒരു കാര്യം, വിചാരിച്ച ഒരു കാര്യത്തിന് ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യനല്ലേ, കുറച്ച് സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് പറയുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എസ്റ്റിമേറ്റ് എടുത്തത് നമ്മുടെ വയക്ക് കാവിൻ്റെ അവിടുന്ന് ചമ്രോട്ട് അമ്പലം വരെയുള്ള അവിടം വരെയാണ് എസ്റ്റിമേറ്റ് എടുത്തത്. അതിൻ്റെ ബാക്കി ഷിജിൻ പറഞ്ഞു ചമ്രോട്ട് അമ്പലത്തിൻ്റെ അവിടുന്ന് മുളൂർ വരെ ഷിജിൻ എടുത്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കി എടുത്തില്ല. ഷിജിൻ ഇവിടെ സാക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് ചമ്രോട്ട് അമ്പലം വരെ എസ്റ്റിമേറ്റ് എടുത്തു. പിന്നെ വയക്കര പെരുവൾത്തോറമ്പ് റോഡ് എടുത്തു. പിന്നെ പൂയായിന്ന് അപ്പുറം നമ്മുടെ അതിര് വരെയും എസ്റ്റിമേറ്റ് എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായി പൈസയും അടച്ചു. പൈസ അടയ്ക്കുന്ന സമയത്ത് ഈ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത സമയത്ത് വെച്ച പൈസ പോരാത്തത് കൊണ്ട് എല്ലാ വാർഡിൽ നിന്നും കുറേശ്ശെ കട്ട് ചെയ്തു. ഈ എസ്റ്റിമേറ്റ് എടുത്ത ചില ഭാഗങ്ങൾ